പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എംപോക്സ് മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. കുരങ്ങുപനി എന്ന പേരിൽ അറിയപ്പെടുന്ന മങ്കി പോക്സ് ആണ് സ്ഥിരീകരിച്ചത്. UAE-യിൽ നിന്നെത്തിയ ഒതായി സ്വദേശി 38-കാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് ഇന്ന് നിർദ്ദേശിച്ചു. ജാഗ്രത പാലിക്കണമെന്നും എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് 24-നോട് പറഞ്ഞു. UAE-യിൽ നിന്നെത്തിയ 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. കാരണം വ്യക്തമായ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ചിരുന്നു. അപ്പോ ആ ചികിത്സ നൽകുന്നുണ്ട്. ഇതുകൂടാതെ രോഗലക്ഷണവുമായിട്ട് എത്തുന്നവർക്ക് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുവിൽ ഇപ്പോൾ നിലവിൽ 14 ജില്ലകളിലെയും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ ഐസൊലേഷൻ ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിനെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഐസൊലേഷൻ കാര്യങ്ങൾ സംബന്ധിച്ചു അല്ലെ എവിടേക്ക് വരണം എന്നൊക്കെ അറിയാത്തവരും ഉണ്ടാകാം, പുറത്തുനിന്ന് വരുന്നവരൊക്കെ പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ജില്ലകളിൽ നോഡൽ ഓഫീസേഴ്സിനെയും ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, യഥാർത്ഥത്തിൽ മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചത് നമുക്ക് അലോസരപ്പെടുന്ന ഒരു വാർത്തയായിട്ട് തന്നെ വരികയാണ്. എന്തെങ്കിലും വേറെ ജാഗ്രതകൾ പാലിക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം വന്നിട്ടുണ്ടോ? ഈ കാര്യത്തിൽ ഭീതിയല്ല, കനത്ത ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആരോഗ്യവകുപ്പ് പറയുന്നത് നേരത്തെ, അതായത് എംപോക്സ് ആദ്യമായി കേരളത്തിലെത്തിയ സമയത്ത് ലോകാരോഗ്യ സംഘടന ലോകത്ത് തന്നെ ഒരു മെഡിക്കൽ എമർജൻസി പ്രഖ്യാപിച്ച രീതിയിലുള്ള അപകടകരമായ ഒരു രോഗമാണിത്. കാരണം ഇതിൻ്റെ ഈ വൈറസിൻ്റെ പ്രജനന ശേഷി വളരെ കൂടുതലാണ്. അതായത് ഒരേ സമയത്ത് ഒരാളിൽ നിന്നും നിരവധി പേരിലേക്ക് സ്രവം മുഖേന പകരും. വായു മുഖേനയല്ല, നേരിട്ടുള്ള കോൺടാക്റ്റിലൂടെയാണ് ഇത് പകരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷണം കണ്ട ഉടനെ തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തും ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഈ പറയുന്ന രോഗലക്ഷണമുള്ളവർ, അതായത് കടുത്ത പനിയും തീവ്രമായ തലവേദനയും ഒപ്പം തന്നെ കയലവീക്കം, അതുപോലെ ഊർജ്ജസ്വലതയുടെ കുറവ്, ഇത്തരം ലക്ഷണങ്ങൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നോഡൽ ഓഫീസറുമായോ അല്ലെ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയുമായോ ബന്ധപ്പെടണം. 14 ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ, അതായത് നിപ്പയുടെ കാര്യത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്. മുൻപ് വന്നു, അതിനെ പരാജയപ്പെടുത്തി വീണ്ടും എത്തുകയാണ്. ഇത് തന്നെയാണ് ഈ പറയുന്ന എംപോക്സ് എന്ന മങ്കി പോക്സിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ കേരളം തുരത്തിയതാണ്, പക്ഷേ വീണ്ടും എത്തിയിരിക്കുന്നു. UAE-യിൽ നിന്നും എത്തിയ ഒരു പ്രവാസിക്കാണ് ഇത് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ച് വലിയ റൂട്ട് മാപ്പ് തന്നെയാണ്. സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ചിലർക്കും പനിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യമന്ത്രിയുമായി ഞാൻ അല്പം മുൻപ് സംസാരിച്ച സമയത്ത് അവരിൽ നിന്നും വ്യക്തമായത്. ഏതായാലും കനത്ത ജാഗ്രത അനിവാര്യമാണ്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്, പൊതുവിൽ മലബാറിൽ പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് വന്നവർ ഏതെങ്കിലും രീതിയിൽ ലക്ഷണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ആശുപത്രിയുമായി നോഡൽ ഓഫീസറുമായി ഒക്കെ ബന്ധപ്പെടണം എന്നുള്ളതാണ്. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സർവേലൻസ് പരിശോധനാ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ മങ്കി പോക്സിനുള്ള ചികിത്സയും അതുപോലെ തന്നെ സ്രവ പരിശോധനയ്ക്കുള്ള സംവിധാനവും ആരോഗ്യവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.